CPM കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലെന്നും സ്വർണ്ണക്കടത്തിനും കള്ളക്കടത്തിനും എതിരെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് CPIM എന്ന തരത്തിലുള്ള പ്രചരണം അഭികാമ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MV ജയരാജൻ. കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും CPIM-ൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ്. പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല. ചില കൊട്ടേഷൻ സംഘാംഗങ്ങൾ സൈബർ പോരാളികളെപ്പോലെ, CPIM-ൻ്റെ സൈബർ പോരാളികളെപ്പോലെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ട സന്ദർഭത്തിൽ അത്തരക്കാരെ സോഷ്യൽ മീഡിയ പ്രചരണത്തിനായി CPIM ഇല്ലെന്നും തള്ളിപ്പറഞ്ഞ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. ഇതൊക്കെ ചില കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയിരുന്നു. ചിലർ പ്രചരണത്തിൽ നവമാധ്യമങ്ങളിൽ രംഗത്ത് വന്നു. ചിലർ പാവപ്പെട്ടവരുടേത് എന്ന് കണക്കാക്കുന്ന ചിലരുടെ വിവാഹത്തിന് സഹായം നൽകി വന്നു. ചിലർക്ക് വേണ്ട സാമ്പത്തിക സഹായവുമായിട്ട് രംഗത്ത് വന്നു. ഇതൊക്കെ അവർ നടത്തുന്നത് സമൂഹത്തിൽ മാന്യത കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും അവർ നടത്തുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ മറച്ചുപിടിക്കാനാണെന്നും വ്യക്തമായി സൂചിപ്പിച്ച പാർട്ടിയാണ് CPIM. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാധ്യമ മേഖലയിൽ CPIM-ൻ്റെ ശരിയായ പ്രചരണം നടത്താൻ ഒരു കൊട്ടേഷൻ സംഘത്തെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് പരസ്യമായി ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇത്തരമൊരു നിലപാട് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സോ BJP-യോ സ്വീകരിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ എന്തിനാണ് ചില മാധ്യമങ്ങൾ വീണ്ടും CPIM-നെ കൊട്ടേഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്താൻ നോക്കുന്നത്? കൊട്ടേഷൻ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നത് നേരത്തെ വ്യക്തമാക്കിയതാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഒഴിവായതാണെന്നും MV ജയരാജൻ പറഞ്ഞു. കഴിഞ്ഞ 15 മാസമായി അദ്ദേഹം പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുക്കാറില്ല. പാർട്ടി അംഗത്വം പുതുക്കിയിട്ടുമില്ല. പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ഓരോ അംഗവും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. മനു തോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു കഴമ്പുമില്ലെന്നാണ് പാർട്ടി കണ്ടെത്തിയതെന്നും MV ജയരാജൻ കൂട്ടിച്ചേർത്തു.